ഇപ്പം മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഈ 25 ഉള്ള കുട്ടി 30-ലെത്തി. ഏകദേശം 5 വയസ്സ് അങ്ങ് ഓടി അങ്ങ് പോകും. മനസ്സിലായോ? കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. ആ കെയറിങ് സമയത്താണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ പോലും നമുക്ക് കഴിക്കേണ്ട കുറേ വൈറ്റമിൻസുകളുണ്ട്. ആ ഫുഡിലെല്ലാം നമ്മളിത് ഉൾപ്പെടുത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ആഫ്റ്റർ ഡെലിവറിയിൽ നമുക്ക് നമ്മുടെ സ്റ്റൊമക്കും നമ്മുടെ സ്കിന്നും ഒക്കെ പിടിച്ചു നിർത്താൻ കഴിയും. പലരും അത് ചിന്തിക്കുന്നില്ല. അപ്പോൾ പലരും വന്നിട്ട് ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞ് 22, 23, 24 ഈ പ്രായത്തിനുള്ളിൽ അങ്ങ് കല്യാണത്തിനെ പറ്റി ആലോചിച്ച് കല്യാണം കഴിച്ചു. പക്ഷേ അവരൊരു ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ സമമായ ആൾ ടോട്ടലി ടയേർഡായി. അതെ, അവരൊരു അമ്മ കെയറിങ്ങിലേക്ക് പോയി. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ഉറക്കമുള്ള രാത്രിയിൽ കുട്ടി കരയുന്നു, അവർ ചിലപ്പോൾ സിസേറിയനായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോടെയാണല്ലോ ഒരു പ്രസവം കഴിയുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇവരെ മെൻ്റലി പിടിക്കും. അപ്പോൾ ആ മെൻ്റലി പിടിച്ച് ഫിസിക്കലിയും കൂടി ആകുമ്പോഴത്തേക്ക് ഇവർ പോയി. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളാജിൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവനിപ്പോൾ കൊളാജിൻ പൗഡർ നമുക്ക് ടാബ്ലറ്റ് ആയിട്ടാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പൗഡറായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫുഡിൽ ആഡ് ചെയ്യാം. കുറേ കാലം നമുക്ക് നല്ല ഫുഡിലൂടെ തന്നെ ഇത് കൊളാജിൻ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ആ ഒരു ഏജ് ബാർ നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്.